കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞാൽ ചിലർ വന്നിട്ട് പറയും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഇപ്പം എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല, ആരോടും ദേഷ്യം തോന്നാറില്ല, ഞാൻ പൊട്ടിത്തെറിക്കാറില്ല, സങ്കടം തോന്നാറില്ല, കരയാറില്ല, ആരെന്ത് പറഞ്ഞാലും എന്നെ അത് ബാധിക്കുന്നില്ല, എനിക്കത് പ്രശ്നമല്ല, ഇപ്പം ഞാൻ ഓക്കെയാണ് എന്നുള്ളത്, ഇപ്പം ഭയങ്കര സമാധാനം തോന്നുന്നുണ്ട് എന്ന് പറയും. പക്ഷെ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. സൈക്കോളജി പറയുന്നത് ഇത് സമാധാനമല്ല, ഇമോഷണൽ നംനെസ് അഥവാ മനസ്സ് മരവിച്ചു പോകുന്ന ഒരവസ്ഥയാണ് അത്. ഏറ്റവും ഡേഞ്ചറായ മനസ്സിന്റെ അവസ്ഥയാണ് അതെന്ന് വേണമെങ്കിൽ പറയാം. സമാധാനം എന്ന് പറയുന്നത് ജീവനുള്ള ഒന്നാണ്. അതിൽ സങ്കടം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, നിരാശ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. എനിക്കൊന്നും തോന്നുന്നില്ല, ഒരു വികാരവും തോന്നുന്നില്ല, ഒരു ഇമോഷൻസും അറിയുന്നില്ല, ദേഷ്യം തോന്നുന്നില്ല, സന്തോഷം തോന്നുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ള് മരിച്ചു കഴിഞ്ഞു, അതായത് മരവിച്ചു കഴിഞ്ഞു എന്നതാണ് അർത്ഥം. അതല്ലാതെ അതിനെ സമാധാനമായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മുൻപ് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വാക്കുകൊണ്ട് വേദനിച്ചാൽ കരഞ്ഞിരുന്ന നിങ്ങൾ ഇപ്പോൾ കരയുന്നില്ലെങ്കിൽ, എന്ത് കേട്ടാലും ഒരു ഇമോഷനും നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെങ്ത് കൂടി എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആ വേദന സഹിച്ച് നിങ്ങളുടെ മനസ്സിപ്പോൾ ഒരു ഓഫായ അവസ്ഥയിലാണ്. മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ നടത്തിയ പഠനത്തിൽ പറയുന്നത് മനസ്സ് എപ്പോഴാണ് ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് പോവുക എന്ന് വെച്ചാൽ, വളരെ അഗാധമായ വേദനകൾ മനസ്സിന് സംഭവിക്കുമ്പോൾ മനസ്സ് സ്വയം സംരക്ഷിക്കാൻ എടുക്കുന്ന ഒരു മാർഗമാണ് ഈ ഇമോഷണൽ നംനെസ് അഥവാ മനസ്സ് മരവിപ്പ് എന്ന് പറയുന്നത്. ഇത് ഒട്ടും ആരോഗ്യകരമായ മനസ്സിൻ്റെ അവസ്ഥയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സമാധാനം എന്നാൽ എല്ലാ വികാരങ്ങളും അനുഭവിക്കാനുള്ള കഴിവാണ്. എന്നാൽ മരവിപ്പ് എന്നാൽ എല്ലാ വികാരങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. പലപ്പോഴും സമാധാനം എന്ന് പറയുന്നത് ഇമോഷണൽ അവയർനെസ് ആണ്, അതായത് ഒരു തരം തിരിച്ചറിവാണ്. അതില്ലാതെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് കടക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇമോഷണൽ നംനെസ് അഥവാ മരവിപ്പ് എന്ന് പറയുന്നത്. മനുഷ്യന് താങ്ങാൻ പറ്റാത്ത ചില വേദനകൾ, ചില മരണങ്ങളോ അല്ലെങ്കിൽ ആക്സിഡൻസോ ഒക്കെ വന്നു കഴിയുമ്പം ചിലർ കരയാനോ ചിരിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് ഈ ഒരു അവസ്ഥ മനസ്സിന് വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതൊരു സമാധാനമായി തെറ്റിദ്ധരിക്കാതെ, പീസ്ഫുൾ ആണെന്ന് കരുതി സമാധാനിക്കാതെ, ദിസ് ഈസ് എ ടൈം ഫോർ യു ടു സീക്ക് ഹെൽപ്പ്.